മിനിറ്റ് റീലിന് 10 ലക്ഷം, ബേപ്പൂർ ഫെസ്റ്റ് അങ്ങനത്തെ 4 49,60,000 റുപ്യ പോക്കറ്റ് വിഷും. മനസ്സിലായോ? അങ്ങനത്തെ എത്ര റീല് ആന ചവിട്ടി കൊടുത്താലും മൂപ്പര് കൊടുക്കും 10 ലക്ഷം. എന്തൊരു തൊഴിലാളി പാർട്ടി, എന്തൊരു തൊഴിലാളി സ്നേഹം, കവിഞ്ഞൊഴുകല്ലേ തൊഴിലാളി സ്നേഹം. ഇതൊക്കെയാണ് സ്വരാജിനോട് ഞാൻ പറഞ്ഞത്. അവരൊക്കെ അത് തിരുത്തേണ്ടത്. ഈ പിണറായിസത്തിന് വാഴ്ത്തുപാട്ടല്ല പാടേണ്ടത്. ആ പാർട്ടിയെയും ആ സഖാക്കളെയും ഞെക്കിക്കൊന്ന് പിഴിയുകയാണ്. കണ്ണൂർ ജില്ല അടക്കമുള്ള സഖാക്കളുടെ മാനസികാവസ്ഥ എനിക്കറിയാം. എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് നൂറുകണക്കിന് സഖാക്കൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നും. വിടരുത് നിങ്ങൾ, ഞങ്ങൾ കൂടെ ഉണ്ട്, ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. ഇപ്പം പ്രചരണം തുടങ്ങിയപ്പോൾ നിങ്ങൾ വോട്ട് തുടങ്ങിയപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? UDF-ൻ്റെ വോട്ട് പിടിക്കുന്നത്. എവിടെ UDF-ൻ്റെ വോട്ട് പിടിച്ചത്? എവിടെ പിടിച്ചത്? ആ ക്രോസ് വോട്ടും കൂടി പോയിട്ടില്ലെങ്കിൽ 45,000 വോട്ടിലേക്ക് കൂപ്പൂത്തുവൻ. അതാണ് കേരളത്തിലെ യഥാർത്ഥ നിജസ്ഥിതി. CPM-ലെ സഖാക്കൾ, യഥാർത്ഥ സഖാക്കൾ വിങ്ങിപ്പൊട്ടി നിൽക്കുകയാണ്. ഒരു മരുമകനെ കൊടുത്തിട്ട് സകലം വെട്ടി നിരത്തി സകല ജയരാജന്മാരെയും സൈഡ് ലൈൻ ചെയ്ത് ആര് ബാക്കിയുണ്ട്? ആ പാർട്ടിയിൽ ആര് ബാക്കിയുണ്ട്? ഒന്നാം ഘട്ടം മന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് 2ാം ടേം മന്ത്രിസ്ഥാനം എല്ലാം പറഞ്ഞിട്ട് സകല എണ്ണത്തിനെയും, ടീച്ചറെയും തോമസ് ഐസക്കിനെയും സുധാകരനെയും ഒക്കെ ആദ്യം തന്നെ സൈഡാക്കി. അത് തുടങ്ങുമ്പോൾ എനിക്ക് എന്താ പറയുക, അടുപ്പുള്ള സഖാക്കളോട് പറഞ്ഞു, തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് നോക്കിക്കെട്ടോ ഈ വെട്ടിങ്ങനെ നടക്കുന്നു. ഇപ്പോൾ ഏതെങ്കിലും ജയരാജന്മാരുണ്ട് കേൾക്കുന്നുണ്ട് നിങ്ങൾ? ഇപ്പോൾ മൂപ്പര സെക്രട്ടറി ആയിട്ട് ഒരാളെ പിടിച്ചിട്ട് അവിടെ സെക്രട്ടറി ആക്കി, അവിടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി. കോഴിക്കോട് മോഹനൻ മാഷ് എന്തുമാത്രം പിണറായിക്കും വേണ്ടിയിട്ട് കഠിനാധ്വാനം നടത്തിയതാ. ആദ്യം അളമരം കരീം സഖാവിനെ കൂട്ടം പിടിച്ചിട്ട് ഇയാളെ മോഹൻ മാഷെ കൂട്ടുപിടിച്ച് കരീം സഖാവിനെ സൈഡാക്കി. അത് കഴിഞ്ഞ് പുള്ളിനെ വലിച്ച് പുറത്തിട്ടു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ജനകീയ നേതാവ് പ്രദീപ് കുമാറാണ്, പഴയ MLA. മൂപ്പർക്ക് പ്യൂണിൻ്റെ പണി കൊടുത്തിട്ട് ആ പോണേ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പറഞ്ഞു ജില്ല ക്ലീൻ. ഇനിയിപ്പോൾ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് വരിക, മരുമോൻ വിചാരിച്ച പോലെ സ്ഥാനാർത്ഥിയാവുള്ളൂ. നിയമസഭ വരിക, മരുമോൻ വിചാരിച്ച പോലെ എന്താ പറയുക, കോഴിക്കോട് തൊട്ട് കാസർഗോഡ് വരെ സ്ഥാനാർത്ഥികളാവുള്ളൂ. ഇനി എവിടെ വെട്ടി നിരത്താൻ ബാക്കി?